അങ്ങനെ അതാ വീണ്ടും വെള്ളിയാഴ്ച ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണല്ലേ ഓരോ ദിവസം കടന്നു പോണത്. ഇന്നത്തെ കാര്യം പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, പണികളൊക്കെ നേരത്തെ ഒരുക്കിയിരിക്കണ്, കുളിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കലാണ് എന്നത്തെയും പോലെ തന്നെ. ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളിൽ ഒന്നാണ് കേട്ടോ. നല്ല കംഫർട്ടാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്, കോട്ടനും ആണ്. ഇതൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടോ, കാരണം നമുക്ക് പുതിയത് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഡ്രസ്സ് ഇങ്ങനെ അലമാരൻ്റെ അടിയിലേക്ക് പോകുമല്ലോ. അങ്ങനെ കുറേ ദിവസമായിട്ട് ഞാൻ മറന്നു പോയൊരു ഡ്രസ്സാണ് കേട്ടോ. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയിട്ട് ഏത് ഡ്രസ്സ് ഇടുന്നു ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ. പിന്നെ എന്തെങ്കിലും വർക്കിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഓരോ ഡ്രസ്സും മാറി മാറി ഇടും. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ, പിന്നെ എത്രയാണെന്ന് വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ എടുത്ത്. കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, കുട്ടിക്ക് അങ്ങനെ സ്പ്രേ യൂസ് ആക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ മാനിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അയിമിക്ക് അങ്ങനെ സ്പ്രേ യൂസ് ആക്കണില്ല കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ രണ്ടാളും റെഡി ആവലൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിട്ട്, കല്യാണ സമയത്ത് ഉണ്ടായിരുന്ന 2 ബെഡ്ഷീറ്റിൽ മറ്റത് ഇതാണ് കേട്ടോ. ഇതിന്റെ പില്ലോ കവർ ഇതല്ല, അത് അഴുക്കായി പോയിട്ട് ആ ടൈമിൽ ഞാൻ അധികം ഈ ഒരു ബെഡ്ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ആ ബെഡ്ഷീറ്റ് വിരിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കാറ്റും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. ആ സമയത്താണ് അയിമി വേറൊരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ഓക്ക് അത് ഇടണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ രണ്ടാളും മാച്ച് ആയിട്ടുണ്ട്. ഓൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാവോ, ഞാൻ അലക്കി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് കൊണ്ടുവരാന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഓള് പറഞ്ഞതല്ലേ എഴുതിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കിച്ചണിൽ പോയി. ആദ്യം ഞാൻ വിചാരിച്ചു രാവിലത്തെ പാലപ്പം മുട്ടക്കറിയും ബാക്കിയുണ്ട് അത് കഴിക്കാമെന്ന്. പിന്നെ തീരുമാനം മാറ്റി ബിരിയാണി ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കുമ്പോൾ നല്ല സ്മെല്ല് കേട്ടോ. പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേഗം ദമ്മൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാണ് കേട്ടോ. പിന്നെ അമ്മക്കും വിശന്നിട്ടുണ്ട്. പിന്നെ അധികം റിസ്ക് ഇല്ലാതെ ഇവിടെ ഫുഡ് കഴിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഇതാണ് കേട്ടോ. ടിവിയിൽ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഏത് വഴിക്കാണ് ഫുഡ് പോണതെന്ന് ഓളും അറിയില്ല ഞാനും അറിയില്ല. അങ്ങനെ ഇതാ കുറച്ച് ഫുഡ് അയൽവക്കത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാർട്ടൂൺ കാണുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അയിമ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓളെ കൊണ്ടുവന്ന് കിടത്തി ഞാനും കുറച്ച് നേരം റെസ്റ്റ് എടുക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അനു വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഞാനൊരു കാരമൽ പുഡിങ്ങും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയ കാര്യം പറഞ്ഞിട്ടില്ല. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ നന്നാവോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് മാഷാഅല്ലാഹ് സംഭവം സെറ്റ് ആയിക്കോണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അനു കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാട്ടോ പറയണത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അനു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും നല്ലോണം ഒന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ അത് ആഴ്ച വരാനായി. അപ്പം ഇങ്ങനെ എണീറ്റ് വരികയാണ് കേട്ടോ. പിന്നെ ഞാൻ 3 ബൗളിൽ ഇങ്ങനെ പുഡിങ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് എനിക്കും അയിമിക്കും, പിന്നെ ഒന്ന് ഐശോൻ്റെ ഫ്രണ്ട് വരും. അപ്പോൾ അവർക്ക് രണ്ടാക്കും കൂടി എടുത്ത് വെക്കാണ്. കാരമൽ പുഡിങ് ആയതുകൊണ്ട് തന്നെ നല്ല മധുരമാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും കൊടുക്കണില്ല, കുറച്ച് അയിമിക്ക് കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ അമ്മ അയിമിനെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദീദി വരുന്നുണ്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റോട്ടിൽ കൂടെ പോയി. ആ സമയത്ത് ഞാനൊന്ന് പുറത്തിറങ്ങി എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവർ വന്ന് അവിടെ തന്നെ ഇരുന്ന് പുഡിങ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ